ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ചട്നിയാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് കേട്ടോ. ദോശയുടെ ഇഡ്ഡലിക്കും തന്നെയല്ല, നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും, ചപ്പാത്തിക്കും പറ്റുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നമ്മളിത് എടുത്തിട്ട് ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 2 സവോള ഇതുപോലെ വലുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവോളയൊന്നും നമ്മൾ തീരെ ചെറുതാക്കി കട്ട് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. വലുതാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ടാൽ മതി. നമ്മൾ എന്തായാലും ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് 2 തണ്ട് കരിവേപ്പിലയും കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുത്തു. നമുക്ക് എരിവ് എന്തോരാണ് ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇച്ചിരി എരിവ് കൂടുതലായിട്ട് നിൽക്കുന്ന കേട്ടോ ഈ ചട്നിക്ക് ടേസ്റ്റ്. പിന്നെ നിങ്ങളുടെ അടുത്ത് വറ്റൽമുളക് ഇല്ല എങ്കിൽ ലാസ്റ്റ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താണ്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തു. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഇല്ല മുഴുവൻ ജീരകമായാലും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി നമ്മുടെ ഗാർലിക്കൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി നേരം തണുക്കാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. ഈ സമയം നമുക്ക് നേരത്തെ വറ്റൽമുളകല്ല ചേർത്തില്ലെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾക്ക് ഇത്രയും കട്ടിയായിട്ടുള്ള ചട്നി ആവശ്യമില്ലെങ്കിൽ ചൂടുവെള്ളം, നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ലൂസാക്കണമെന്ന് വെച്ചാൽ അത്രയും ലൂസാക്കി എടുക്കാവുന്നതാണ്. തണുത്ത വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കല്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കടുകും കൂടെ താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ദോശയ്ക്കും ഇഡ്ഡലിക്കും തേങ്ങ ചമ്മന്തി ഒന്നും ഉണ്ടാക്കാതെ ഇതുപോലെ ടൊമാറ്റോ ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്.